ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിയുക, ആൾക്കാർ കൂട്ടത്തോടെ മരിക്കുക, ഇതൊക്കെ ഇപ്പോൾ വരാതിരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെപ്പറ്റിയുള്ളൊരു ഓർമ്മ ഉള്ളതുകൊണ്ടാണ്. ഇനിയും കുറേ കാലം കഴിഞ്ഞ് ഇത് വീണ്ടും പൊങ്ങി വരും. ഇപ്പോഴത്തെ വേരിയൻറ്റുകൾ ഉണ്ടാക്കുന്ന സിംറ്റംസ് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വീടുകളിലും ഈ വൈറസിന് എത്താമെങ്കിൽ അതിൻ്റെ പവർ ആലോചിച്ച് നോക്കും. നല്ല ആരോഗ്യം ഉള്ള ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ മരണപ്പെടാനുള്ള സാധ്യത ഇവിടുന്ന് വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ടുണ്ട്. അതുമൂലമുള്ള ഇമ്മ്യൂൺ മെമ്മറി നമുക്കുണ്ട്. അതായത് ഇനി കോവിഡ് വന്നാലും നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്ത് നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്കുണ്ട്. പക്ഷേ പെട്ടെന്ന് ഭയപ്പെടുന്നൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്യാം. അത് ദയവ് ചെയ്യരുത്. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. COVID-19 വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതേപ്പറ്റി കൂടുതൽ സംസാരിക്കാനായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജീവ് ജയദേവനാണ്. ഡോക്ടർ, സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ വീണ്ടും ഗ്ലോബലി ആണെങ്കിലും എസ്പെഷ്യലി ഇൻ ഇന്ത്യ COVID-19 വീണ്ടും ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് അധികം അവയർനെസ് ആയി വരുന്നുണ്ടോ എന്നറിയില്ല. എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ? ഇതിൽ ആശങ്കയ്ക്ക് വകയില്ല. കാരണം കോവിഡ് എന്നുള്ളത് ഒരു സൈക്ലിക്കൽ ഡിസീസാണ്. മറ്റു പല വൈറൽ ഡിസീസസ് പോലെയും കുറേ കാലം അത് ക്വയറ്റായിട്ടിരിക്കുകയും നമ്മളറിയാതെ ഇരിക്കുകയും കേസുകളില്ലാതിരിക്കുകയും ഏറെ മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും തലപൊക്കുകയും ചെയ്യും. അത് ഒരു കൃത്യമായ ഇടവേളകളിലല്ല കോവിഡിനെ സംബന്ധിച്ച് ഈ ഒരു വേവ് ഉണ്ടാവുക, സർജ് ഉണ്ടാവുക. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 9 മാസം, ചിലപ്പോൾ അതിലും അധികം. അത് ഓരോരോ പ്രദേശത്തിൻ്റെയും വർഷത്തിൻ്റെയും അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ചൈന, സിംഗപ്പൂർ, ഇന്ത്യ, അങ്ങനെയുള്ള മലേഷ്യ, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ കോവിഡിൻ്റെ കേസുകൾ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും ഹോങ്കോങ് പ്രവിശ്യയിൽ നിന്നാണ്. അവർ ഏറ്റവും അധികം ടെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോങ്കോങ്, അതുപോലെ സിംഗപ്പൂർ. അവിടെ നിന്നുള്ള ഡേറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻപില്ലാതിരുന്ന രീതിയിലുള്ള, അതായത് കഴിഞ്ഞ 1 വർഷക്കാലത്തോളം ഇല്ലാതിരുന്ന രീതിയിലുള്ള കോവിഡ് കേസുകൾ അവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ച് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാണാതിരുന്ന രോഗം കണ്ടു എന്നുള്ളത് മാത്രം. തുടക്കത്തിലുള്ളതുപോലെയുള്ള ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിയുക, ആൾക്കാർ കൂട്ടത്തോടെ മരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അതാണ് സൈക്ലിക്കൽ ഡിസീസുകളുടെ പ്രത്യേകത. അതെന്തുകൊണ്ടെന്നാൽ ഈ രോഗത്തിൻ്റെ പ്രത്യേകത, ഈ വൈറസിൻ്റെ പ്രത്യേകത, അത് നിരന്തരം ജനിതക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ വരുത്തുന്നത് അതിൻ്റെ ഹോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. വൈറസിൻ്റെ ഒരു ഹോസ്റ്റ് എന്നുള്ളത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ പ്രതിരോധ നിരയെ ഈ വൈറസിനെ അളക്കാനുള്ള കഴിവുണ്ട്. അളന്നതിന് ശേഷം നമ്മൾ എന്തെല്ലാം പ്രതിരോധമാണോ ഇതിനെതിരെ ജനിപ്പിക്കുന്നത്, അതിനെ മറികടക്കാനുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നിരന്തരം വരുത്തിക്കൊണ്ടേയിരിക്കും. അതിനാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻസ് 2 തരമുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സാവകാശം 1, 2, 3 ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്ന മ്യൂട്ടേഷൻസ്. രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റിക്കോമ്പിനേഷൻ എന്നുള്ള വാക്കുണ്ട്. അതായത് 2 ശാഖയിൽപ്പെടുന്ന കോവിഡ് വൈറസുകൾ തമ്മിൽ ചേരുമ്പോൾ, ഒരാളിൽ തന്നെ അത് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ, ഇവർ തമ്മിലുള്ള ഈ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ആവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. അങ്ങനെയാകുമ്പോൾ വൻതോതിലുള്ള ജനറ്റിക് ചേഞ്ചസ് ഒരു വൈറസിന് കൈവരും. അപ്പോൾ ഓരോരോ അക്ഷരം മാറുന്നതിന് പകരം മൊത്തം പാരഗ്രാഫ് തന്നെ മാറുന്ന ഒരു രീതിയാണ് ഈ റിക്കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകാം, 2023 ഇന്ത്യയിൽ XBB എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കോവിഡിൻ്റെ വേരിയൻറ്റുകൾ തന്നെയാണ്. അതൊരു റിക്കോമ്പിനൻ്റ് വേരിയൻ്റ് ആയിരുന്നു. അതായത് 2 കോവിഡ് വേരിയൻറ്റുകൾ തമ്മിൽ ചേർന്നുണ്ടായ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ അതിനുശേഷം ഈ 2022-23 ശേഷം ഈ റിക്കോമ്പിനേഷൻ കൂടുതൽ നടക്കുന്നുണ്ട്. അതായത് അവിടെയും ഇവിടെയുമുള്ള 2 വൈറസുകൾ തമ്മിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം പുതിയ വേരിയൻസ് ഉണ്ടായി വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം സ്വഭാവം ഒന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മറികടക്കാനാകും എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ കൊല്ലാനോ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ രോഗങ്ങൾ വരുത്താനോ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനോ ശരീരത്തിൽ ക്ഷതമുണ്ടാക്കാനോ ഒന്നും ഇവയ്ക്ക് കഴിവ് സിദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് നമുക്കിപ്പോൾ വൈഡ് സ്പ്രെഡായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള വാക്സിനേഷനും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇൻഫെക്ഷനുകളും, ഒന്നിലധികം ഇൻഫെക്ഷൻ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിക്കവർക്കും തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്. എന്നാൽ ഈ ഇമ്മ്യൂൺ റെസ്പോൺസിന് 2 തരമാണ്. ഒരാളെ ഒരു വൈറസ് ആക്രമിക്കുന്നതിന് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു.
ആക്രമിച്ച് ശരീരത്തിൽ കയറി പറ്റിയതിന് ശേഷം രോഗമുണ്ടാക്കുന്നതിനെ ഡിസീസ് എന്ന് വിളിക്കുന്നു. ഈ ഡിസീസിൻ്റെ തീവ്രതയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ സംരക്ഷിക്കുന്നത്. വൈറസ് നമ്മളെ കയറി ആക്രമിച്ചാലും ഇൻഫെക്ഷൻ ഉണ്ടാകും, എങ്കിലും അതുമൂലം തീവ്രമായിട്ടുള്ള രോഗം ഉണ്ടാകാതെ നമ്മളെ ഇമ്മ്യൂണിറ്റി കാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി 2 ശ്രേണിയിലായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഈ ഓർഗൻ ഡാമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂമോണിയ അല്ലെ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പേർ മരണത്തിനും മറ്റും കീഴടങ്ങി. ഇതൊക്കെ ഇപ്പോൾ വരാതിരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെപ്പറ്റിയുള്ളൊരു ഓർമ്മ ഉള്ളതുകൊണ്ടാണ്. അതിനാണ് ഇമ്മ്യൂൺ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ മെമ്മറി എന്നുള്ള എക്കാലം നിലനിൽക്കും. അപ്പോൾ ഇനി പിൽക്കാലത്ത് വീണ്ടും ഒരു വേവ് വന്നാൽ പോലും വലിയ മാറ്റങ്ങളില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രശ്നം വരാൻ പോകുന്ന ഒരുപാട് പേരിലേക്ക് ഇതിന് വ്യാപിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ അനവധി പേർക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർജ് വരുമ്പോൾ പൊതുജനങ്ങൾക്കായിട്ട് നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നതും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള സർജറികൾ 2-3 മാസം ഏറിയാൽ അത് നിലനിൽക്കും. അതിനുശേഷം അത് കെട്ടടങ്ങുകയും പിന്നെ ഏറെ മാസങ്ങളോളം ഇതിൻ്റെ അനക്കമുണ്ടാവുകയില്ല. ഇനിയും കുറേ കാലം കഴിഞ്ഞ് ഇത് വീണ്ടും പൊങ്ങി വരും. ഇത് സൈക്ലിക്കലാണെന്ന് തുടക്കം മുതലേ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ സീസണൽ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. സീസണൽ ഇപ്പോൾ നമുക്ക് ഡെങ്കിപ്പനി സീസണൽ രോഗമാണ്. എന്താണ് കാരണം? മഴ പെയ്യുമ്പോൾ കൊതുക് പണ്ടിട്ടിരുന്ന മുട്ടകളെല്ലാം, ഉണങ്ങിയിരുന്ന മുട്ടകൾ വിരിഞ്ഞ് കൊതുകുകൾ വരികയും അതിൽ ഡെങ്കി വൈറസ് ഉണ്ടാവുകയും, അപ്പോൾ മഴക്കാലം വരുമ്പോൾ ഡെങ്കിപ്പനി കൂടുമല്ലോ. അപ്പോൾ അതിനെ സീസണൽ നമുക്ക് വിളിക്കാം. പക്ഷേ കോവിഡിന് ഇങ്ങനെയുള്ള സീസണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് വൈറസിനുണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എപ്പോൾ അതിന് വൻതോതിൽ മറികടക്കാനാകുന്നുവോ ആ സമയത്ത് ഒരു തിരമാല വരുന്ന പോലെ ഇതിങ്ങനെ വരികയാണ്. അതോടൊപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ ഉണ്ട്. ഇതിപ്പോൾ ഹോളിഡേ സീസണാണ് അല്ലേ, സ്കൂൾ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് പേർ യാത്രയിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും പല രാജ്യങ്ങളിലാണിപ്പോൾ. അപ്പോൾ യാത്രകൾ വരുമ്പോഴത്തേക്കും ഒരിടത്തുള്ള രോഗങ്ങളും, അതായത് കോവിഡ് മാത്രമല്ല കേട്ടോ, മറ്റ് പല അസുഖങ്ങളും ഒരു ഉള്ളതെല്ലാം വളരെ എളുപ്പം മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വൈഡ് സ്പ്രെഡ് ട്രാവൽ, ഡിക്ലൈൻ ഇൻ ഓവറോൾ ഇമ്മ്യൂണിറ്റി ലെവൽസ്. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു എന്നിരിക്കട്ടെ, ആ രോഗത്തിനെതിരെ നമ്മളിപ്പോൾ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ രോഗത്തിൻ്റെ ഭീഷണി കഴിയുന്നതനുസരിച്ച് നമ്മളതിനെ വൈൻഡ് ഡൗൺ ചെയ്ത് അത് ആൻറ്റിബോഡി ലെവലെല്ലാം താഴ്ത്തി കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അതിന് ഇമ്മ്യൂൺ കൗണ്ടറാക്ഷൻ എന്ന് പറയും. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നു. കോവിഡ് വാക്സിനേഷൻ ഒരു 6 മാസത്തോളം നമുക്ക് നല്ല രീതിയിലുള്ള ആൻറ്റിബോഡി ലെവൽസ് ഉണ്ട്. കുറേ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയാം ഇത്രയും കാലം ഒന്നും ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് പതിയെ താഴ്ന്നു വരുന്നു. അപ്പോൾ 6 മാസത്തിന് ശേഷമൊക്കെ മിക്കവാറും ഇങ്ങനെയുള്ളവർക്ക് വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ പോലെ തന്നെയുണ്ട്. ഇതൊക്കെയാണ് കോവിഡിൻ്റെ പ്രത്യേകതകൾ. ഈ COVID-19 വീണ്ടും ഇത്രയും ഒരു സ്പൈക്കിൽ വരാൻ എന്താണ് ഡോക്ടർ കാരണങ്ങൾ? ഇത് ഈ പെർഫെക്റ്റ് സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു നമ്മൾ ചിന്തിക്കുകയാണ്. ഒരുപാട് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ താപനില, വായുവിൻ്റെ സഞ്ചാരം, അതിൻ്റെ ഭൂമിയുടെ ടെമ്പറേച്ചർ, സമുദ്രത്തിൻ്റെ ടെമ്പറേച്ചർ, മലനിരകളുടെ പ്രത്യേകത, വീശുന്ന കാറ്റിൻ്റെ രീതി, ദിശ, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു. എല്ലാ ദിവസവും കൊടുങ്കാറ്റ് ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഒരേ സമയത്ത് വരുമ്പോഴാണ് കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു കോവിഡിൻ്റെ ഒരു സർജ് ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ലെവൽ മൊത്തത്തിൽ ഒന്ന് കുറയുകയും ഒരേ സമയം ഒരുപാട് പേർ മിങ്കിൾ ചെയ്യുന്ന സിറ്റുവേഷൻ, പെട്ടെന്ന് സോഷ്യൽ വിസിറ്റുകൾ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ എമൗണ്ട് വരുമ്പോഴാണ് കൂടുതൽ പേർക്ക് ഇത് വരുന്നത്. അപ്പോൾ അതോടൊപ്പം വൈറസിൻ്റെ ജനിതക മാറ്റങ്ങളും അതിന് കാരണമായിട്ടുണ്ടാകും. അതിനുള്ള പ്രൂഫ് ഇതാണ്. അതായത് ഒരു സർജിലും നമ്മളിപ്പോൾ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ സർജറികളും എടുത്തു നോക്കും, കോവിഡ് സർജറി, അതിൽ ഓരോന്നും ഓരോ വേരിയൻ്റാണ്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വേരിയൻ്റ് ഒരിക്കലും രണ്ടാമതൊരു സർജ് ഉണ്ടാക്കുകയില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, രണ്ടാമതൊരു സർജ് ഉണ്ടാകണമെങ്കിൽ ഈ വൈറസിന് മാറ്റങ്ങൾ കൂടിയേ തീരൂ. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ ഒരു സർജന് വേണ്ട രീതിയിലുള്ള ബലം ഈ വൈറസിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം മുൻപ് വന്ന ഒരു COVID-19 ഒരു പെർട്ടിക്കുലർ വേരിയൻ്റ് ആയിരുന്നു. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണോ ഇപ്പോൾ ഉള്ളൊരു വേരിയൻറ്റ്? തികച്ചും വ്യത്യസ്തമല്ല. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 2019 എൻഡിലാണ് ഇത് ഏതോ ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ജമ്പ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ബീയിങ്സിലേക്ക് ചാടുന്നത്. 2 ഹോസ്റ്റുള്ള ഒരു ജീവിയാണ്. അതിൽ രണ്ടാമത്തെ ഹോസ്റ്റ് അജ്ഞാതമാണ്. അതായത് വവ്വാലിൽ സാധാരണ കാണപ്പെടുന്ന വൈറസുകളിൽ നിന്നും ഒരു അജ്ഞാത ജീവിയിലേക്ക്, ഇപ്പോൾ ചൈനയിലെ മീറ്റ് മാർക്കറ്റിൽ ഒരുപാട് ജീവികളെ അവർ കൊന്ന് ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവികളെയും ഒരു കൂട്ടിലിടുമ്പോൾ
പല വൈറസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യും. അപ്പോൾ ഒരു വവ്വാലിലുള്ള ഒരു ജീവി ചിലപ്പോൾ ഒരു മരപ്പട്ടിയിലേക്ക് ജമ്പ് ചെയ്യുന്നിരിക്കാം. ആ മരപ്പട്ടിയിൽ കുറേ കാലം ജീവിച്ച് കീരിക്കകത്തോട്ട് പോയെന്നിരിക്കാം. ആ കീരിയിൽ നിന്നും ചിലപ്പോൾ അത് അണ്ണാനിലേക്ക് പോയെന്നിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ജമ്പിങ് വൈറസുകൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് അവസാനം മനുഷ്യനിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വന്ന ഒരു വൈറസാണിത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ വേരിയൻ്റാണ്. അന്ന് മനുഷ്യന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരുപാട് പേരിലേക്ക് പടർന്നു പിടിച്ച് മരണം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം 2021 ആയപ്പോഴേക്കും പുതിയൊരു വേരിയൻ്റ്, പ്രധാനപ്പെട്ട ഒരു വേരിയൻ്റ് ഉണ്ടായി വന്നു. അതിൻ്റെ പേരാണ് ഒമൈക്രോൺ. കേട്ടിട്ടുണ്ടാകാം. ഒമൈക്രോൺ മിക്കവർക്കും തന്നെ അറിയാം. ഒമൈക്രോൺ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നവംബർ 2021 ഉണ്ടായി വന്നൊരു വേരിയൻ്റാണ്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കോവിഡിനുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ളൊരു കോവിഡ് വേരിയൻ്റ് ആയിരുന്നു. മുൻകാലങ്ങളിൽ ആൾക്കാർ കൂട്ടത്തോടെ മരണപ്പെട്ടെങ്കിൽ ഈ ഒമൈക്രോൺ വന്നവർക്ക് വെറും മൂക്കൊലിപ്പ് മാത്രം ഉണ്ടായത്. അതായത് വളരെ പെട്ടെന്നാണ്, വെറും 2 മാസം കൊണ്ട് ഈ ഒമൈക്രോൺ എൻറ്റയർ പ്ലാനറ്റ്, ഭൂമി മുഴുവനും പരന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള വേരിയൻ്റാണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്രെഡ് വളരെ പവർഫുൾ ആണെങ്കിലും മനുഷ്യനെ കൊല്ലാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു. അത് നമ്മുടെ ഭാഗ്യമെന്ന് വേണം കരുതാനായിട്ട്. ഈ ഒമൈക്രോണിൻ്റെ ഉപശാഖകളാണ് ഇന്നും നമ്മളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒമൈക്രോൺ പിൽക്കാലത്ത് മറ്റൊരു രൂപഭേദം വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ 2021 മുതൽ ഇപ്പോൾ 25 ഒമൈക്രോണിൻ്റെ തന്നെ കുട്ടികളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതിൻ്റെ രോഗത്തിൻ്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നേരത്തെ കുറേ സിംറ്റംസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നവർക്ക്. അപ്പോൾ ഇപ്പോഴും ആ സിംറ്റംസ് തന്നെയാണോ ഈ ഒരു വേരിയൻസിലും വരുന്നത്, ഈ ഒരു 2025-ലും? സിംറ്റംസ് നമുക്ക് രണ്ടായിട്ട് കാണാം. ഇപ്പോഴത്തെ വേരിയൻറ്റുകൾ ഉണ്ടാക്കുന്ന സിംറ്റംസ് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ സാധാരണഗതിയിൽ പനി, ചിലപ്പോൾ തലവേദന, ചിലപ്പോൾ കഠിനമായിട്ടുള്ള ഒരു ക്ഷീണം, പ്രത്യേകിച്ചും 2ാം ദിവസമാണിത് അവരെ ഹിറ്റ് ചെയ്യുന്നത്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം, ശരീരവേദന, പേശിവേദന, ചിലർക്ക് അല്പം ചുമ ഒക്കെ ഉണ്ടായെന്നിരിക്കാം, തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായെന്നിരിക്കാം. അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഇത് പ്രശ്നം ഉണ്ടാകുന്നത് 3ാം ദിവസം മുതൽ ആൾ ഇമ്പ്രൂവ് ചെയ്ത് 4ാം ദിവസം ആൾ നോർമൽ ആകുന്നതാണ് ഇപ്പോഴത്തെ രീതി. എന്നാൽ നല്ല ആരോഗ്യമല്ലാത്ത ഒരാൾക്ക്, പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള പല പ്രായക്കാരുണ്ടല്ലോ, അവരിൽ ചിലർക്കെങ്കിലും ഇപ്രകാരം ഒരു വൈറസ് ബാധ വന്നാൽ, ഇപ്പോൾ കോവിഡ് മാത്രമാകണമെന്നില്ല, ഇൻഫ്ലുവൻസ ആകാം, മറ്റു വൈറസുകളാകാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അത് അവരുടെ ഒരു അനുബന്ധ രോഗങ്ങൾ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്രകാരമുള്ള അനുബന്ധ രോഗങ്ങളുള്ളവരും അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചിട്ടുള്ളവരും അല്പം കൂടി മുൻകരുതലുകൾ എടുക്കുന്നത് ഇങ്ങനെയുള്ള സീസണുകളിൽ നല്ലതാണ്. ഇപ്പോൾ മഴക്കാലം വന്നിരിക്കുകയാണ്. കോവിഡിനോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ഇൻഫ്ലുവൻസ വരാൻ സാധ്യതയുണ്ട്, അത് മറ്റൊരു വൈറസാണ്. അതോടൊപ്പം തന്നെ മറ്റു പലതരത്തിലുള്ള ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൽനെസ്സസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലം ആകുമ്പോൾ പല രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ എടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡിനെതിരെ ഒരു മുൻകരുതൽ എടുക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഇപ്പോൾ 2019-2020 അത്രത്തോളം വ്യാപകമായി ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്റിംഗ് പവർ റേഞ്ച് ഒരുപാടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു തരംഗത്തിനും ആ ഒരു ട്രാൻസ്മിറ്റിംഗ് റേഞ്ച് വളരെ കൂടുതലാണ്. യെസ് കോവിഡിൻ്റെ ഒരു പ്രത്യേകത ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒമൈക്രോൺ നവംബർ 28, 2021 തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുപിടിച്ച ഒമൈക്രോൺ ഇവിടെ എറണാകുളത്ത് എത്തുന്നത് ജനുവരി 15-ാം തീയതിയാണ്. ക്യാൻ യു ഇമാജിൻ? അതായത് എൻറ്റയർ വേൾഡ് ട്രാവൽ ചെയ്യാനായിട്ട് 1.5 മാസം കൊണ്ട് അത് ട്രാവൽ ചെയ്തു. അതായത് എല്ലാ വീടുകളിലും എത്തി എന്നുള്ള, ലോകത്തുള്ള എല്ലാ വീടുകളിലും ഈ വൈറസിന് എത്താമെങ്കിൽ അതിൻ്റെ പവർ ആലോചിച്ച് നോക്കും. അപ്പോൾ വ്യാപനം എന്നുള്ളതാണ് ഇതിൻ്റെ പവർ, അല്ലാതെ ആളെ കൊല്ലി എന്നുള്ളതല്ല. അപ്പോൾ ഒരുപാട് പേർക്ക് രോഗം വരുമ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം പല ആരോഗ്യ അവസ്ഥകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചിലർക്ക് ചിലപ്പോൾ അപായം പറ്റിയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ രോഗം വരുമ്പോൾ തീർച്ചയായിട്ടും മരണങ്ങളും ഉണ്ടാകും. അപ്പോൾ അപ്രകാരമുള്ള മരണങ്ങൾ ഹോങ്കോങ്ങിലും സിംഗപ്പൂരും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അമിതമായിട്ടുള്ള ഒരു നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മരണനിരക്കൊന്നും അവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടി വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ? പല പ്രത്യേകതകളുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. അതൊരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെയ്റ്റാണ്. അതായത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് കുറച്ചിലുണ്ടോ എന്നുള്ള പ്രശ്നമല്ല. കാരണം ഏത് പ്രശ്നവും നമ്മൾ
നേരിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഡേറ്റ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിപ്പ വരുന്നത്, നിപ്പ കേരളത്തിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും മരണങ്ങൾ നടക്കുന്നുണ്ടാകും. പക്ഷേ അവർക്ക് കണ്ടെത്താനുള്ള കഴിവോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ശുഷ്കാന്തിയോ ഉണ്ടാകുന്നില്ല. എന്ന് പറയുന്ന പോലെ കോവിഡിൻ്റെ കേസിലാണ് തുടക്കം മുതൽ തന്നെ കേരളത്തിലാണ് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുകയും ടെസ്റ്റിംഗ് മാത്രമല്ല അതിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തുകയും ഡേറ്റ എല്ലാവർക്കും അവൈലബിൾ ആക്കുകയും ചെയ്ത ഒരു സംസ്ഥാനം കേരളമാണ്. മഹാരാഷ്ട്രയാണ് മറ്റൊരു സംസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാരണം, കേരളം എന്നുള്ളത് ഒരുപാട് പ്രവാസികളുള്ള ഒരു സ്ഥലമാണ്. ടൂറിസം ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ട്. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് എപ്പോഴും വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല നമ്മുടെ ഒരു നല്ല പങ്ക് മലയാളികളും അല്ലെങ്കിൽ കേരളീയരും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു പോകുന്ന സമയമൊക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും രോഗവ്യാപനവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ മറ്റൊരു പ്രത്യേകത, നമ്മൾ ക്ലൈമാറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ വളരെ ട്രോപ്പിക്, ഇപ്പോൾ തന്നെ ഈ വെതർ വളരെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ വൈറസുകൾക്ക് വ്യാപിക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള ചില കണ്ടീഷൻസും കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു ഫേവറബിൾ എന്ന് വേണമെങ്കിൽ വൈറസിൻ്റെ സൈഡിൽ നിന്നും അത് ഫേവറബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ പൊതുവേ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്നൊക്കെ പറയും. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഏറ്റവും അധികം കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനം ഭാരതത്തെ സംബന്ധിച്ചോളം കേരളം തന്നെയാണ്. കാരണം നമ്മളൊരു ബേസിക്കലി കേരള ആസ് എ ബിഗ് സിറ്റി എന്നൊക്കെ പറയും അല്ലേ. ഒരു മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലെ നമ്മളൊരു 10 കിലോമീറ്റർ ഓടിച്ചാൽ പോലും ഒരു മനുഷ്യജീവി പോലും കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്ന് പറയുന്ന പോലെ ജനസാന്ദ്രത, നമ്മുടെ ജനസാന്ദ്രതയും നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ എല്ലാവരും തമ്മിൽ മിങ്കിൾ ചെയ്ത്, നമ്മൾ പള്ളി പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, അല്ലെ കല്യാണങ്ങൾക്ക് കൂടാറുണ്ട്. അപ്പോൾ എല്ലാം മിങ്കിളിങ് എല്ലാം മലയാളികൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ടെസ്റ്റിംഗ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്കിത് വന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ അതിനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളും കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? കാരണം ഓൾറെഡി രോഗം വന്നിട്ടുള്ളവർ കാണും, ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണോ ഇപ്പോഴും വരാൻ ചാൻസ് കൂടുതലോ നോർമൽ ആൾക്കാർക്കും വരാൻ ചാൻസ് കൂടുതലാണോ ഈ ഒരു അവസ്ഥയിൽ? ഈ വൈറസ് ബാധ ആർക്കും ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വേഗം എല്ലാവരിലേക്കും ഇതിന് വ്യാപിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് നല്ല ആരോഗ്യം ഉള്ള ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ മരണപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ സൂക്ഷിക്കണം. കാരണം അപൂർവമായിട്ടെങ്കിലും അവർക്കൊരു ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം, അവരുടെ അനുബന്ധ രോഗങ്ങൾ ഗുരുതരമായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മരണങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. അപ്പോൾ ഇറ്റ്സ് കോൾഡ് ടിപ്പിംഗ് ദ ബാലൻസ് അല്ലേ. അപ്പോൾ ഓവർലോഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ അത് മറിയാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നത് പോലെ ഈ അനുബന്ധ രോഗങ്ങളുള്ള ഒരാൾക്ക് ഈ അസുഖം വരാതെ നമ്മൾ കൂടുതൽ നോക്കണം എന്നുള്ളതാണ്. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായിട്ടൊരാളുടെ ഒരു കാര്യം ഞാൻ പറയാം. സപ്പോസ് അങ്ങനെ ഒരാൾക്ക് ഈ കോവിഡ് വരികയാണെങ്കിൽ പോലും അവർക്കെന്നല്ല ആർക്കാണെങ്കിലും ഇത് വന്നു പോയാൽ ചിലർക്ക് ഏറെക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതിനെ ലോങ് കോവിഡ് എന്നാണ് പറയുന്നത്. കോവിഡ് രോഗബാധ മാറിയതിന് ശേഷവും അല്ലെങ്കിൽ ഈ പനി വിട്ടുമാറിയതിന് ശേഷവും 5-6 മാസം, ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ അതിലധികമോ കാലം നീണ്ടു നിൽക്കുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇറ്റ്സ് കോൾഡ് എ ബാസ്ക്കറ്റ് ഓഫ് സിംറ്റംസ്. ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പലവിധ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൂടെയാണത്. അതിനകത്ത് ഓർമ്മക്കുറവുണ്ട്, ക്ഷീണമുണ്ട്, ശ്വാസം മുട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സന്ധിവേദന, ശരീരവേദന, തലവേദന, ഉറക്കക്കുറവ്, മൂഡ് ചേഞ്ചസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കോവിഡ് പലർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് വരാതെ നോക്കുന്നതാണ് ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇതിനൊരു ഒറ്റമൂലി ചികിത്സയോ ഈ ലോങ് കോവിഡ് മാറാനുള്ള ഇഞ്ചക്ഷനോ ഒന്നും നിലവിലില്ല. കപട ചികിത്സകൾ ഒരുപാടുണ്ടെങ്കിലും വാസ്തവത്തിൽ ശാസ്ത്രീയമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ പേരിൽ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ലോങ് കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും അവരുടെ പ്രൊഡക്ടിവിറ്റിയും ജീവിത നിലവാരത്തെയും ഏറെക്കാലം ബാധിക്കുകയും
ഡോക്ടർമാർക്ക് പോലും ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ പോവുകയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ പനി വരുന്ന ലാഘവത്തോടു കൂടി കോവിഡിനെ കാണരുത്. കഴിയുമെങ്കിൽ അത് ഡോണ്ട് ഗെറ്റ് കോവിഡ് എന്നുള്ളതാണ് കോവിഡിനെ പറ്റി അറിയുന്ന ഡോക്ടേഴ്സ് പറയാറുള്ളത്. ലോകാരോഗ്യ സംഘടനയും വളരെ വ്യക്തമായിട്ട് ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദ ബെസ്റ്റ് വേ ടു അവോയ്ഡ് ലോങ് കോവിഡ് ഈസ് ടു നോട്ട് ഗെറ്റ് കോവിഡ്. ലോങ് കോവിഡ് ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം കോവിഡ് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ദറ്റ് എവറിബഡി ടേക്സ് എ ഫ്യൂ പ്രിക്കോഷൻസ്. ഒരു 2-3 മാസം കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇപ്പം കുഞ്ഞുങ്ങളും വയോധികരുമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഓൾറെഡി അസുഖങ്ങളുള്ളവർ, ഇപ്പോൾ ഹാർട്ട് ആയിക്കോട്ടെ, ലങ്സ്, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരും അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ളവരൊക്കെ എത്രത്തോളം മുൻകരുതലാണ് എടുക്കേണ്ടത്? അങ്ങനെയുള്ളവർ ഈ കോവിഡ് വ്യാപിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വ്യാപിക്കുന്ന രീതി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു കോവിഡ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മുടെ പല ഡ്രോപ്ലെറ്റ്സും തുള്ളികളൊക്കെ മറ്റുള്ളവരുടെ ദേഹത്ത് പതിക്കുകയും അവരിൽ രോഗം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇത് തുടക്കത്തിൽ നമ്മളത് മാറ്റിയിരുന്നു. അതായത് സിഗരറ്റ് പുക, ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ആ പുക എവിടെയെല്ലാം പോകുന്നുവോ അതുപോലെയുള്ള രീതിയിലുള്ള സ്പ്രെഡാണ് കോവിഡ് നടത്തുന്നത്. അപ്പോൾ നമ്മളൊരു മുറിക്കകത്ത് ഇരുന്ന് ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ മുറിയിൽ വായുസഞ്ചാരമില്ലെങ്കിൽ ആ വ്യക്തി കോവിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ധരിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വായുസഞ്ചാരമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് പേർ ഇരുന്ന് ഏറെ സമയം ചെലവഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓൾവേസ് സേഫ് ടു വെയർ എ മാസ്ക്. നേരെ മറിച്ച് വളരെ വലിയ ഒരു സ്റ്റേഡിയം പോലൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കടപ്പുറത്ത് നിൽക്കുകയാണ്, നല്ല കാറ്റുണ്ട്, അവിടെ തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് ഒരു മുറിക്കകത്ത് ഒരുപാട് പേർ ഇരുന്ന് സംസാരിക്കുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ ഏറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഒരു മുറിക്കകത്ത് കുറേ പേർ പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മണം നിലനിൽക്കുന്നത് പോലെ അങ്ങനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഫിസിക്സ് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള ക്ലോസ് ചേമ്പേഴ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ അകലം പാലിക്കുക അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഓൾറെഡി വാക്സിനേഷൻസ് എടുത്തവരുണ്ട്, ബൂസ്റ്റേഴ്സ് എടുത്തവരുമുണ്ട്. അപ്പം ഈ ഒരു വാക്സിനേഷൻ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു COVID-19 ഫലപ്രദമാണോ, അതോ വീണ്ടും നമ്മൾ ഈ വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോൾ ഈ കോവിഡ് വാക്സിൻ്റെ പ്രത്യേകത, ഈ കോവിഡ് വന്ന സമയത്ത് നമുക്ക് ആർക്കും മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ മരണപ്പെടും എന്നുള്ളൊരു ആശങ്ക നിലവിലുന്ന സാധ്യത ഉണ്ടായിരുന്ന കാലത്താണ് ഈ വാക്സിൻസ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വാക്സിൻസ് വന്നതോടുകൂടി നമുക്ക് കോവിഡിനെതിരെ ഒരു ബേസ് ലൈൻ ഡിഫൻസായി. അതായത് എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രതിരോധ നിരക്ക് ഇതെന്താണെന്ന് മുൻകൂറായിട്ട് അറിയാം എന്നുള്ളതാണല്ലോ വാക്സിൻ നമുക്ക് തന്നത്. എന്നാൽ തുടക്കകാലത്ത് വാക്സിൻ ഇറങ്ങിയ കാലത്ത് പലരും ധരിച്ചിരുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ കോവിഡ് വരില്ല എന്നുള്ളതായിരുന്നു. അതൊരു പരിധിവരെ ശരിയായിരുന്നു. കാരണം വാക്സിൻ്റെ ട്രയൽസിൻ്റെ തുടക്കകാലത്ത് ആദ്യത്തെ 2-3 മാസം ആർക്കും തന്നെ കോവിഡ് വന്നിരുന്നില്ല. പക്ഷേ ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും തന്നെ പതുക്കെ ഈ വാക്സിൻ എടുത്തവർക്കും വീണ്ടും ഇത് വരാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ആൻറ്റിബോഡികളുടെ അളവ് എപ്പോൾ കുറയുന്നുവോ ആ സമയത്ത് വൈറസിന് വീണ്ടും നമ്മളെ ആക്രമിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇൻഫെക്ഷൻ തടയുന്നതിൽ വാക്സിൻ ഏതാനും മാസങ്ങളിലപ്പുറത്തേക്ക് വലിയ ഫലം ചെയ്യുന്നില്ല. എന്നാൽ കണ്ടെത്തിയത് അങ്ങനെയുള്ളവർക്ക് ഇൻഫെക്ഷൻ വന്നപ്പോൾ അങ്ങനെ അപായകരമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെത്തിയില്ല. അപ്പോൾ ദേ പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് ഡെത്ത് വളരെ കുറവായിരുന്നു. ഈ കോവിഡ് മൂലമുള്ള ഡെത്ത് കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ മിക്കവരും വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ടുണ്ട്. അതുമൂലമുള്ള ഇമ്മ്യൂൺ മെമ്മറി നമുക്കുണ്ട്. അതായത് ഇനി കോവിഡ് വന്നാലും നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്ത് നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്കുണ്ട്. പക്ഷേ ഈ രോഗം വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി നമുക്കില്ല. ഇപ്പോൾ തിയററ്റിക്കലായിട്ട് ഞാനിപ്പോൾ ഇന്നൊരു വാക്സിൻ എടുത്താൽ പോലും അതിൻ്റെ എഫക്റ്റ് 4-6 മാസത്തിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അപ്പോഴേക്കും വൈറസിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവും. അത് പുതിയ ജനിതക മാറ്റങ്ങളോടെ പുതിയ രൂപത്തിൽ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ എത്ര കാലം എത്ര ഡോസ് എടുക്കണം എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പല രാജ്യങ്ങൾക്കും പല സമീപനമാണ്. ഉദാഹരണത്തിന് അമേരിക്കയാണെങ്കിൽ അവർക്ക് മരുന്നുകളോട് വലിയ താല്പര്യമുള്ളൊരു സമൂഹമാണ്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും കുത്തിവയ്പ്പും മരുന്നുകളും എടുക്കുക എന്നുള്ളത് അവരുടെ ഒരു സംസ്കാരമാണ്. ഇപ്പോൾ കോവിഡിന് തന്നെ ഒരുപാട് ഡോസ് വാക്സിൻ ബൂസ്റ്റർ എടുക്കുന്നത് അവർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ
മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയെ പോലെ രാജ്യങ്ങൾ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് മരണം തടയാനുള്ള എല്ലാ നടപടികളും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാക്സിൻ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ചിന്തിക്കേണ്ടത്. എടുത്തു കഴിഞ്ഞാലും ഒരു 6 മാസത്തേക്കപ്പുറത്തേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ നീളുന്നില്ല. ഈ വേവ് വരുന്നത് തന്നെ ചിലപ്പോൾ 1-1.5 വർഷം കൂടുമ്പോഴായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു വാക്സിൻ എടുത്താൽ പോലും അതിന് എത്രത്തോളം സമൂഹത്തിൽ അതിന് ഗുണമുണ്ടാകും എന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ആരോഗ്യം ക്ഷയിച്ച ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഡോക്ടർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തുന്നിരിക്കാം. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ഹിം ഓർ ഹെർ ആൻഡ് ദ ഡോക്ടർ. അപ്പോൾ ആസ് എ സൊസൈറ്റി നമ്മളിപ്പോൾ അർജൻറ്റായിട്ടൊരു വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ആവശ്യം ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഓൾറെഡി സംസാരിക്കുന്നൊരു വിഷയമാണ് വാക്സിനേഷൻ എടുത്തവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലാണ്, വാക്സിനാണ് ഈ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമെന്ന്. അതിലെത്രത്തോളം കാര്യമുണ്ട് കേട്ടോ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ വാക്സിൻ ഇന്ത്യയിലെ വാക്സിൻ്റെ ആദ്യത്തെ പഠനം ഞാനും എൻ്റെ അസോസിയേറ്റ്സും IMA കൊച്ചിയിൽ നിന്നാണ് പുറത്തുവിടുന്നത്. ഓർമ്മയുണ്ടാവും, 2021 ഫെബ്രുവരിയിലാണ് ആ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതും മാർച്ചിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ എറണാകുളത്തു നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ വാക്സിൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തി 5000-5000 ആൾക്കാരുടെ പഠനമാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ ആർക്കും തന്നെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് വാക്സിൻ എടുത്താലും നമ്മൾ എന്താ ചെയ്യുന്നത്, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുന്ന പോലെയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കാറ് ഒന്ന് സ്റ്റാർട്ടാക്കുന്ന പോലെയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റാർട്ടാക്കിയിടും. ആ സമയത്ത് കാറിന് പുക ഉണ്ടാകുന്ന പോലെ ചിലർക്ക് കുറച്ച് പനി ഉണ്ടാകും, ചിലർക്ക് ശരീരവേദന ഉണ്ടാകും. എനിക്ക് വാക്സിൻ അടുത്ത ദിവസം നല്ല ക്ഷീണമുണ്ടായി, ഞാൻ റെസ്റ്റ് എടുത്തു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കപ്പുറം ആരും കണ്ടിരുന്നില്ല. ഇനി പിൽക്കാലത്ത് വളരെ 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 അപൂർവമായിട്ട് ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് പർവ്വതീകരിച്ച് ഇത് വല്ലപ്പോഴും ഉണ്ടാകുന്നതിൽ ഒരു പ്ലെയിൻ ക്രാഷ് കൊണ്ട് ആരും ഇനി വിമാനത്തിൽ യാത്ര ചെയ്യരുത്, ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ ധാരാളം ഉണ്ടായി. പിന്നെ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും വാക്സിൻ മൂലമാണെന്നുള്ള വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അത് വാക്സിൻ മൂലമാണെന്നുള്ള ആ ഒരു രീതിയിലുള്ള പ്രചാരണങ്ങൾ, അതിലൊന്നും കഴമ്പൊന്നുമില്ല. പക്ഷേ ലൈക്ക് എനി അതർ മെഡിക്കൽ പ്രോഡക്റ്റ്, ഏത് മെഡിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡയറിയ ഉണ്ടായിരുന്നിരിക്കും. അത് അതിൻ്റെ ഭാഗമാണ്, നമ്മളത് ഇറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. പക്ഷേ ഒരു ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ട് നമ്മളങ്ങനെ മരിച്ചു പോകുന്നുമല്ലോ എന്ന് പറയുന്ന പോലെ വാക്സിൻ എടുത്തിട്ടും അങ്ങനെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മിക്കവർക്കും തന്നെ ഉണ്ടായിട്ടില്ല. ചിലർക്ക് ഈ ഇൻഫ്ലമേഷൻ മൂലം, അതായത് ഞാൻ നേരത്തെ കാർ ഓൺ ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ചിലർക്ക് ചിലപ്പോൾ ബോഡി പെയിൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് പീപ്പിൾ ഹാഡ് നോ ട്രബിൾ. പക്ഷേ ഈ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ വളരെ കോമൺ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കോമൺ ആണ്. അതിപ്പോഴും വളരെ കോമൺ ആണ്. അത് കേട്ടാൽ വിശ്വസിക്കുന്ന രീതിയിലാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രചാരണങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ COVID-19 വരുമ്പോഴത്തേന് ആ സമയത്ത് നമുക്ക് ലോക്ക്ഡൗൺ, മാസ്ക് നിർബന്ധമാക്കൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും COVID-19 ഈ ഒരു കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒട്ടും സാധ്യതയില്ല. കാരണം തുടക്കത്തിൽ ഈ ലോക്ക്ഡൗൺ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് അജ്ഞാതമായിട്ടുള്ള ഡിസീസാണ്. ഇതിൻ്റെ സ്വഭാവം എന്താണെന്നോ, ഇതിൻ്റെ ചികിത്സ എന്താണെന്നോ, ഏത് ചികിത്സ ഫലിക്കുമെന്നോ, ഏത് ചികിത്സ രോഗിയെ വഷളാക്കുമെന്നോ, ആർക്ക് വെന്റിലേറ്റർ കൊടുക്കണമെന്നോ, വെന്റിലേറ്റർ കൊടുത്താൽ രക്ഷപ്പെടുമോ എന്നോ, എത്രത്തോളം വെന്റിലേറ്റർ ഉണ്ടെന്നോ ഒന്നും ആർക്കും ഒരു ബോധമില്ലായിരുന്നൊരു കാലത്താണ് ഈ രോഗം ലോകത്ത് പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതും കഴിവതും ഇതിൻ്റെ സ്പ്രെഡ് കുറച്ച് നിർത്തുക, ആരോഗ്യ മേഖലയെ സജ്ജീകരിക്കുക, എല്ലാവർക്കും നിലവിലുള്ള അറിവ് വെച്ച് ട്രെയിനിങ് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ ഏതാനും മാസം എല്ലാ രാജ്യങ്ങളും തന്നെ ചെയ്തത്. അതാണ് ലോക്ക്ഡൗണിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്നു. കാരണം ഒരു ഡിഫൻസും ഇല്ലാത്ത ഒരു സൊസൈറ്റിക്കകത്തേക്ക് ഒരു മെഷീൻ ഗൺ കൊണ്ട് ഒഴുകുന്ന പോലെയാണ് ഈ കോവിഡിനെ നമ്മൾ അഴിച്ചു വിട്ടുന്നതെങ്കിൽ. പക്ഷേ നമ്മൾ അതിനെ ബന്ധിച്ച് നിർത്തിയതുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് തയ്യാറെടുക്കാനും അതിന് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൂട്ടാനും നമുക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഇതൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, ആരെയൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചികിത്സകൾ കൊടുക്കണം, ഏത് ചികിത്സകൾ ഫലിക്കും, ഏത് ഫലിക്കില്ല, ഏത് ദോഷം ചെയ്യും, ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ആശങ്കയും ഇപ്പോൾ ഇല്ല. എങ്കിലും ഇടയ്ക്കൊരു സർജ് ഉണ്ടാകുന്ന സമയത്ത് പൊതുവെയുള്ള ഒരു പ്രിക്കോഷൻസ് നല്ലതാണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രത്യേക സിറ്റുവേഷനിൽ മാസ്ക് ധരിക്കുക,
അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ, അത് നമ്മുടെ ഒരു കേരളത്തിലെ പ്രത്യേകത. നമ്മൾ വളരെ സോഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഒരാൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, നമ്മളെല്ലാവരും കൂട്ടത്തോടെ പോയി ഒന്ന് വെക്കേണ്ടതിരിക്കും, ചിലപ്പോൾ ഓറഞ്ച് വാങ്ങിച്ചു കൊടുത്തിരിക്കും. ആ സംസ്കാരം മാറേണ്ടിയിരിക്കുന്നു. ഹോസ്പിറ്റൽസ് ആർ നോട്ട് പ്ലേസസ് ഫോർ സോഷ്യൽ വിസിറ്റ്. അത് കോവിഡ് ആണെങ്കിലും അല്ലെങ്കിലും പല രോഗങ്ങളും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും അവിടെ ഉള്ളവർക്ക് രോഗം വരുന്നതും എല്ലാം ഈ ഒരു പ്രക്രിയ കൊണ്ടാണ്. സോ സ്റ്റേ അവേ ഫ്രം ഹോസ്പിറ്റൽസ് ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇനി സോഷ്യൽ വിസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾ അറിയിക്കാമല്ലോ. അത് നമ്പർ 1 റീസൺ. രണ്ടാമത്തേത്, നമുക്ക് പനി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓഫീസിലോ സ്കൂളിലോ പൊതുസ്ഥലങ്ങളിലോ പോകരുത്. 1-2 ദിവസം കൊണ്ട് പനി മാറും, അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാൻ സാധിക്കും. ഈ COVID-19 വീണ്ടും വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം സജ്ജമാണ് ഇനി ഈ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ? ഇപ്പോൾ മാത്രമല്ല നമ്മൾ സർജ് കണ്ടിട്ടുള്ളത്, ഇതിപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മളിതേപ്പറ്റി സംസാരിച്ചിരുന്നു, അതിന് മുമ്പുള്ള വർഷവും. അന്നൊന്നും നമ്മുടെ ആരോഗ്യ മേഖലയെ ഓവർ പവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തളർത്തുന്ന രീതിയിലുള്ള ഒരു സ്പ്രെഡൊന്നും 2022 ശേഷം ഇവിടെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് മേജർ സർജ് കേരളത്തിലുണ്ടാകുന്നത് 2022, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമൈക്രോൺ അവിടെ ലോഞ്ച് ചെയ്ത് ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയത്താണ് ഏറ്റവും അധികം കേസുകൾ കേരളത്തിലുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു സർജനും കേരളത്തിൻ്റെയോ നമ്മുടെ ഭാരതത്തിൻ്റെയോ ആരോഗ്യ മേഖലയെ തളർത്താൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു റീസൺ ഇതാണ്, നമ്മുടെ ജനത സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എന്താണ് വൈറസ് എന്നറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള അച്ചടക്കവും മുൻകരുതലുകളും നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സാധാരണക്കാരോട് ഡോക്ടർക്ക് പറയാനുള്ളതെന്നാണ്, കാരണം ഈ ഒരു രോഗം വരുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രചാരണങ്ങളിൽ വീണു പോകാതിരിക്കുക. കാരണം തട്ടിപ്പുകൾ മാത്രം ഉള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ. ഡോക്ടർ എന്നുള്ള പേര് വെച്ച് തന്നെ പല തട്ടിപ്പുകാരും കണ്ടാൽ ഡോക്ടറെ പോലെ തന്നെ ഇരിക്കുന്ന പലരും പല അബദ്ധങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. അതിൽ വീഴാതിരിക്കുക. ആരോഗ്യ മേഖല വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് രോഗങ്ങളും അവസ്ഥകളും പഠിച്ചതിന് ശേഷം അവർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അറിയപ്പെടുന്ന കൃത്യമായിട്ട് അറിവുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക. ഡോക്ടർ ആണെന്നുള്ള രീതിയിലുള്ള പല പ്രചാരണങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിച്ചു പോകും, ഇത് ചെയ്തില്ലെങ്കിൽ നാളെ മരിച്ചു പോകും, അങ്ങനെ രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. രണ്ടാമത്തേത്, ആരെങ്കിലും ഒരു അത്ഭുത ചികിത്സയോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന സന്ദേശമോ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി മൂന്നാമത്തേത്, ഈ സർജ് കഴിയുന്നത് വരെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ നാം വളരെ വിശദമായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം വിത്ത് ഫാക്ട്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കേട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അവോയ്ഡ് പാനിക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാനിക്കിൻ്റെ ഒരു റീസൺ നമ്മൾ ഇടം വലം നോക്കാതെയുള്ള ഫോർവേഡിംഗ് ആണ്. നമുക്കൊരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ഭയപ്പെടുന്നൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്യുക. അത് ദയവ് ചെയ്യരുത്. വരും കാലങ്ങളിൽ അത് വഷളായി വരാൻ പോവുകയാണ്. സോ നമ്മൾ ഏതൊരു കാര്യവും ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിരിക്കുന്ന ആൾ അറിവുള്ള ആളാണോ, എന്തെങ്കിലും സ്ഥാനം വഹിക്കുന്ന ആളാണോ, ഒഫീഷ്യലായിട്ടുള്ള ഡെസിഗ്നേഷൻ ഉള്ള ആളാണോ, നമ്മുടെ ആരോഗ്യവകുപ്പ് പോലെയുള്ള ഔദ്യോഗികമായിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ്സ് ഉള്ളതാണോ എന്ന് നോക്കുക. അപ്പോൾ ട്രൈ ടു ട്രസ്റ്റ് ഒറിജിനൽ ഹെൽത്ത് സോഴ്സസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അപ്പം COVID-19 വീണ്ടും വന്ന സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർക്കും അത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.